ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻജിൻ കംപ്രഷൻ തീരെ ഇല്ല. കിക്കർ അടിച്ചു കഴിഞ്ഞാലും വണ്ടി വളരെ ഫ്രീ ആയിട്ട് പോകാം. സെൽഫ് അടിക്കാൻ നോക്കിയാലും കിക്കർ അടിച്ചിട്ടും സ്റ്റാർട്ടാവില്ല. സെൽഫ് അടിച്ച് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി കംപ്രഷൻ ഇല്ല തീരെ വണ്ടി. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പിസ്റ്റൺ സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിടിച്ചേക്കണം ഈ കാണുന്നത് കേട്ടോ. ഫുള്ള് പിസ്റ്റൺ പിടിച്ച് സിലിണ്ടറിൻ്റെ ഉള്ളിൽ സ്ക്രാച്ചായിട്ടാണ് കംപ്രഷൻ ലീക്കേജ് വന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ അടിഭാഗമൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ചായിട്ട് പിസ്റ്റൺ നമ്മൾക്ക് ഉരുകി പിടിച്ചാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്രാങ്കിൻ്റെ പൊസിഷനും നോക്കുമ്പോൾ ക്രാങ്കും അലൈൻമെൻറ്റ് തെറ്റിയിട്ടാണ് വർക്ക് ചെയ്യുക. അതായത് ഇങ്ങനെ കയറി ഇറങ്ങിയാൽ വർക്ക് ചെയ്യുക. അപ്പോൾ ശരിക്കും ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റും സിലിണ്ടർ കിറ്റ് അടക്കം മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അതായത് ഈ ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലൈൻ്റ് ഉണ്ട്, അതിന് ഓൾറെഡി ഇവിടെ പ്ലേ കാണിക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് പോയേക്കണ കേസിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റും കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. ക്രാങ്കും സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യണം. കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ വാൽവ് നോക്കിയിട്ട്, അതായത് ഓയിൽ ലെവൽ കുറഞ്ഞു കൂടുമ്പോൾ സാധാരണ രീതിയിൽ കംപ്ലൈൻറ്റ് വന്നൊരു പാർട്ടാണ് വാൽവ് എന്ന് പറഞ്ഞത്. എക്സോസ്റ്റ് വാൽവ് അതിൻ്റെ ഗൈഡും കംപ്ലൈൻറ്റ് വരാറുണ്ട്. സാധാരണ ഓൾറെഡി അങ്ങനെ ഓടുന്ന കേസുകളിൽ കംപ്ലയിൻറ്റ്സ് കാണുന്നതാണ് നമ്മൾ ഈ പറഞ്ഞത്. അതായത് വാൽവും കംപ്ലൈൻറ്റ് വന്ന് നമുക്കത് കൂട്ടത്തിൽ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ഈ ഫയറിങ്ങിൻ്റെ ഭാഗം, അതായത് സിലിണ്ടർ പിസ്റ്റൺ വാൽവ് തുടങ്ങിയിട്ട് ആ ഭാഗം ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്താലാണ് അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടറൊക്കെ മാറ്റി ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്കൊരു എമൗണ്ട് വരും. അതായത് ക്രാങ്ക് ഷാഫ്റ്റിന് മാത്രം ഏകദേശം ഒരു 3700 കൊടുത്ത് തന്നെയുണ്ട്. സിലിണ്ടറിനും ഏകദേശം ഒരു 3600 രൂപ സിലിണ്ടറിനും വരുന്നുണ്ട്. പിന്നെ വാൽവ് കാര്യങ്ങളൊക്കെ മാറ്റി റീപ്ലേസ് ചെയ്ത് തരുമ്പോൾ ഏകദേശം നമുക്കൊരു 12 രൂപ 13 രൂപ അടുത്ത് നമുക്ക് ഈ ഇത്രയും ഭാഗം റിപ്പയർ ചെയ്യുമ്പോൾ മാത്രം വരും. കമ്പനി ജെനുവിൻ പാർട്സ് മേടിച്ച് മാറ്റി വരും കേട്ടോ. പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മുടെ വണ്ടിക്ക് 1-2 കംപ്ലയിൻസുകൾ വേറെ ഉണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഈ വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞ ഒരു ക്ലച്ചിൻ്റെ CVT ക്ലച്ചിൻ്റെ മെയിൻ പാർട്ടാണത്. അതിനകത്ത് ഇത്രയും പ്ലേ ആണ് വന്നേക്കണം. അപ്പോൾ ഈ വണ്ടിക്ക് ഇതിക്ക് മുമ്പ് തന്നെ ഓൾറെഡി സൗണ്ട് കാണിച്ച് വണ്ടി ഓടിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കാണ്ടായിരിക്കുള്ളൂ. ഇത് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഈ റോളറുകളൊക്കെ പൊട്ടിയിരിക്കണേ. ഈ റോളറുകൾ പൊട്ടിപ്പോയിട്ടുണ്ട്, ഇതിവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, ഇതും പൊട്ടി പകുതിയായി നിൽക്കണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ വീല്, ഈ വേരിയേറ്റർ ബോഡി മാറണം, ഈ 6 റോളർ, ഈ ബോസ് ഡ്രൈവ്, അതിൻ്റെ പീസ് സ്ലൈഡ് അടക്കം മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യുന്നത്. കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റിൻ്റെ ഈ ഭാഗം നോക്കുമ്പോൾ ചില ഭാഗങ്ങൾ പിടിക്കാത്തൊരു കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ലെയ്ത്തിലേക്ക് ഇപ്പോൾ ഹെഡ് എന്തെങ്കിലും ലെയ്ത്തി കയറ്റി വർക്ക് ചെയ്യണം. ആ കൂട്ടത്തിൽ കൂടെ ലെയ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് പോളിഷ് ചെയ്ത് കിട്ടും. ഇത്രയും ഭാഗമാണ് നമുക്ക് മെയിനായിട്ട് ഈ വണ്ടിയുടെ ചെയ്യേണ്ടി വരാം. ക്ലച്ചിനകത്ത് വേറെ നമുക്ക് ക്ലച്ച് പുള്ളി, ക്ലച്ച് വെയിറ്റ് ഭാഗങ്ങളൊക്കെ നഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അത് നമുക്ക് തൽക്കാലം കുറച്ച് ഓടിക്കഴിയുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് ഈ ക്ലച്ച് പുള്ളിയൊക്കെ ഒരു ഏകദേശം ഒരു 70,000-80,000 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ മാറ്റേണ്ടി വരാറുണ്ട്. അതായത് ഈ വീലുകൾ അത് കറക്റ്റ് നമ്മൾ ഗ്രീസിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരമാവധി നമുക്ക് 1,00,000 കിലോമീറ്റർ വരെയൊക്കെ ഓടിക്കാൻ കിട്ടാറുണ്ട്. കറക്റ്റ് പീരിയോഡിക് സർവീസ് കൃത്യമായിട്ട് ചെയ്ത് പോകുന്ന വണ്ടികളുടെ കേസുണ്ടോ നമ്മൾ ഈ പറയണേ, ഏകദേശം നമുക്ക് 1,00,000 കിലോമീറ്ററോളൊക്കെ ഓടിക്കാൻ കിട്ടാറുണ്ട്. ഇത് നമ്മൾ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ബാക്കിത്തെ വർക്ക് ചെയ്യണ കൂട്ടത്തേക്കിടെ ഇത് കൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിലവിൽ നമുക്ക് ഈ എൻജിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടറൊക്കെ മാറ്റി കമ്പനി പാർട്സ് മേടിച്ച് കയറ്റി 1 ഇയർ വാറണ്ടിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. വാൽവ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. ഏകദേശം നമുക്ക് അതിന് എത്ര കോസ്റ്റ് വരുന്ന ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ട് തരാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതുപോലെ തന്നെ നമുക്കത് ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് ചെയ്ത് കിട്ടും. അതിനും 1 വർഷം വാറണ്ടി കിട്ടും. അപ്പോൾ അതിനകത്തുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ലെയ്ത്തിൽ കൊടുത്ത് ചെയ്യുമ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ ബോറിങ് കാര്യങ്ങളൊക്കെ ചെയ്യണതിന് ആ ലെയ്ത്ത് വർക്ക്ഷോപ്പുകാരാണ് നമുക്ക് അതിന് വാറണ്ടി തരാം. നേരെ മറിച്ച് നമുക്ക് കുറച്ച് ഓടി വാറണ്ടി പീരീഡിലൊരു കംപ്ലയിൻറ്റ് വന്നു, എഞ്ചിൻ രണ്ടാമത് അഴിക്കേണ്ടി വന്നാലും അപ്പോൾ ആ പാർട്സ് മാത്രം അവർ റിപ്പയർ ചെയ്ത് തരും. നേരെ മറിച്ച് അതിൻ്റെ ഗ്യാസ്കറ്റുകളായാലും ലേബർ ചാർജ് ആയാലും ഒന്നും നമുക്കതിനകത്ത് അവൈലബിൾ അല്ല. അതൊക്കെ ഓൾറെഡി കസ്റ്റമർ തന്നെ മുടക്കി ചെയ്യേണ്ടതായിട്ട് വരും. നേരെ മറിച്ച് നമ്മൾ കമ്പനി പാർട്സ് മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടറൊക്കെ ജെനുവിൻ പാർട്സ് മേടിച്ച് റീസെറ്റ് ചെയ്യാനാണ് ഒന്നാമത് കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത ഒരു 95% കുറവാണ്. നേരെ മറിച്ച് കംപ്ലയിൻറ്റ് വന്നാൽ പോലും നമുക്കതിനകത്ത് ലേബർ ചാർജ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ പാർട്സിൻ്റെ കംപ്ലയിൻറ്റ് എന്താണ് അത് നമുക്ക് പരിഹരിച്ച് കിട്ടും. നമുക്ക് ആ കൂടി വരുന്ന വാറണ്ടിയുടെ പരിധിയിൽ വരാത്ത, അതായത് ഗ്യാസ്കറ്റുകൾ, ഓയിൽ സീലുകൾ, ഇതെല്ലാമാണ് വാറണ്ടി പറയുമ്പോൾ അതിനകത്ത് പരിധിയിൽ വരാത്ത സംഭവങ്ങൾ. ഗ്യാസ്കറ്റ്, ഓയിൽ സീൽ ഐറ്റംസൊക്കെ, റബ്ബർ ഐറ്റംസ്, ഗ്യാസ്കറ്റ് ഐറ്റംസ്, അതൊക്കെ നമുക്ക് വാറണ്ടിയിൽ വരില്ല. അതിപ്പോൾ നമ്മൾ പുതിയ വണ്ടിയാണെങ്കിൽ പോലും നമുക്ക് സാധാരണ രീതിയിൽ വാറണ്ടിയിൽ കിട്ടാറില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 95% നമുക്കതിനകത്ത് ഡിസ്കൗണ്ടിൽ
പിന്നീട് ഒരു വാറണ്ടി വന്നാൽ നമുക്ക് ചെയ്ത് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഈ ലെയ്ത്ത് വർക്കും പാർട്സ് മാറ്റി ചെയ്യുമ്പോൾ ഏകദേശം നമുക്കൊരു 2000-2500 രൂപയുടെ വ്യത്യാസമാണ് നിലവിൽ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ കുറച്ച് റിസ്കുകളുണ്ട്. പാർട്സ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുകയാണെങ്കിലുള്ള മെച്ചം എന്താ വെച്ചാൽ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ അതിൻ്റെ പീരിയോഡിക് സർവീസ് കൃത്യമായിട്ട് ചെയ്യുകയും നമുക്ക് അതിൻ്റെ സർവീസിൻ്റെ ഇത് കൃത്യമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് പീരിയോഡിക് സർവീസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന രീതിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല രീതിയിൽ നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമ്മൾ ഓയിൽ ചേഞ്ചിൻ്റെ ടൈം, സർവീസ് ചെയ്യുന്ന ടൈം അതൊന്നും പ്രോപ്പർ ആവാത്തത് കൊണ്ടാണ് ഈ വണ്ടികൾ കംപ്ലയിൻറ്റ് വരാൻ. കൃത്യമായിട്ട് ചെയ്യുന്ന വണ്ടികൾ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത 90% കുറവാണ് കറക്റ്റ് സർവീസ് ചെയ്തുകൊണ്ട് വണ്ടികൾ കിട്ടാം. അപ്പോൾ ഞാനിതിൻ്റെ 2 രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. നമുക്ക് ലെയ്ത്ത് വർക്ക് ചെയ്യുമ്പോൾ എത്ര വരും, പാർട്സുകൾ മാറ്റി ചെയ്യുമ്പോൾ എത്ര വരും എന്താണെന്ന് നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. നമ്മൾ പാർട്സ് മാറ്റി ചെയ്യുമ്പോഴും നമുക്കിതിൻ്റെ വാൽവ് സീറ്റിങ്, വാൽവ് ഗൈഡ് കാര്യങ്ങളൊക്കെ, അതേപോലെ തന്നെ ഈ ക്ലച്ച് ഔട്ടിൻ്റെ പോളിഷിങ്ങും നമുക്ക് ലെയ്ത്തിൽ വന്ന വർക്കാണ്. അത് നമ്മൾ മാറ്റിയാലും ചെയ്യണം. മറ്റേപാട് ലെയ്ത്ത് വർക്കായിട്ടാണ് സിലിണ്ടർ റാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അതും ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലിടാം. നോക്കിയിട്ട് വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ കിട്ടിയാലാണ് നമുക്ക് അതനുസരിച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ പാർട്സുകൾ ഓൾറെഡി നമുക്ക് ഫ്രഷ് ഐറ്റംസ് ഇപ്പോൾ മാറ്റിയാണ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് പാർട്സ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് വരുത്തേണ്ട ഒരു താമസം വരും. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.